ഈ ഒരു രീതിയിൽ ഉണ്ടാക്കാത്തവര് എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോ. സദ്യന്റെ കൂടെ തൊടുകറിയായിട്ട് മാത്രമല്ല, ഇത് മാത്രം കൂട്ടിയിട്ട് ചോറുണ്ണേനും ഭയങ്കര ടേസ്റ്റാണ്. അങ്ങനെ കഴിച്ചു വെക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോ. ഇത്രയും സാധനങ്ങളാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആകെ വേണ്ടത്. ആദ്യം തന്നെ നമുക്ക് ഈ പച്ചക്കറികളിലൊന്ന് അരിഞ്ഞെടുക്കാം. ആദ്യം തന്നെ പച്ചക്കായ ഒന്ന് മുറിച്ചെടുക്കാം. ഇതുപോലെ രണ്ട് ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നടുവിലെ ഒന്ന് മുറിച്ചു കൊടുക്കുക. ഇനി ഇതുപോലെ ഒന്ന് കീറി കൊടുത്തതിന് ശേഷം തൊലി മുഴുവനായിട്ടും ഇതുപോലെ ഒന്ന് പൊളിച്ചെടുക്കാം. നമ്മൾ പഴമെല്ലാം പൊളിച്ചെടുക്കുന്ന പോലെ ഇതുപോലെ ഒന്ന് പൊളിച്ചെടുക്കാം. ഇനി നമ്മൾ ചിപ്സിനെല്ലാം അരിഞ്ഞെടുക്കുന്ന പോലെ ഇതുപോലെ വട്ടത്തിലൊന്ന് അരിഞ്ഞെടുക്കുക. അത്ര കട്ടി കുറഞ്ഞിട്ട് വേണമെന്നില്ല, ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം. ഇനി ഇത് കറകളയാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് കൊടുക്കാം. പച്ചക്കായ മുഴുവനും അരിഞ്ഞെടുത്തതിന് ശേഷം കുമ്പളങ്ങ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഈ ഒരു കനത്തിൽ വേണം അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഇത്ര വലുപ്പത്തിലൊന്ന് അരിഞ്ഞെടുക്കാം. ഇനി അതുപോലെ തന്നെ പയറും കൂടി ഒന്ന് അരിഞ്ഞെടുക്കാം. കുറച്ച് നീളത്തിൽ വേണം ഇതുപോലെ അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഒരു കടായി ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചക്കായ ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ കുമ്പളങ്ങേൻ്റെ കഷ്ണങ്ങളും ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് എരിവിനാവശ്യമായിട്ട് 2-3 പച്ചമുളക് ഇതുപോലെ നീളത്തിൽ കീറിയിട്ട് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്താൽ മതിയാവും. ഇനി ഇതിൻ്റെ അകത്തേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഒരു മിക്സിൻ്റെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. അതിൻ്റെ അകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് 1-ാം പാലും പിന്നെ 1 കപ്പ് അളവിൽ 2-ാം പാലും ചെയ്തെടുക്കാം. അപ്പോഴേക്കും നമ്മൾ വേവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള പച്ചക്കായും അതുപോലെ തന്നെ കുമ്പളങ്ങയും ഒന്ന് വെന്ത് വന്നിട്ടുണ്ടാവും. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പയറ് കൂടി ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള 2-ാം പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി പയറ് കൂടി വെന്ത് വരുന്നവരെ നമുക്ക് അടച്ചു വെച്ചിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഒരു 20 മിനിറ്റെല്ലാം മതിയാവും ഇതൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട്. ഇതുപോലെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വെള്ളം കൂടുതലുണ്ട് എന്നുണ്ടെങ്കിൽ തുറന്ന് വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. ഇതുപോലെ വെള്ളം ചെറുതായിട്ടൊന്ന് വറ്റി വരുന്ന സമയത്ത് ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള 1-ാം പാല് കൂടി ഒഴിച്ചു കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതിന് തിളക്കുന്നവരെ ഒന്നും വെയിറ്റ് ചെയ്യേണ്ട, നന്നായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതി. ഇനി ഇതിൻ്റെ അകത്തേക്ക് 2 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലാണ് ഇതിൻ്റെ മെയിൻ ടേസ്റ്റ് മുഴുവൻ ഇരിക്കുന്നത്. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. സാധാരണ സദ്യേൻ്റെ കൂടെ തൊടുകറിയായിട്ടാണ് ഓല എല്ലാവരും ഉണ്ടാക്കുക. പക്ഷേ ഇത് മാത്രം കൂട്ടിയിട്ട് ചോറിനേനും ഭയങ്കര ടേസ്റ്റാണ്. അങ്ങനെ ഇതുവരെ ആരും കഴിച്ചു നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോ. ഈ ഒരു വിധത്തിൽ ഓലൻ ഉണ്ടാക്കാത്തവരോ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോ. ഇത് ഇഷ്ടപ്പെടാത്തവർക്ക് പോലും ഇഷ്ടാവും, അത്രക്ക് ടേസ്റ്റാണ്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്